സൂര്യചന്ദ്ര ഭാഗം 28. IPS രുദ്രശങ്കർ ആചാര്യ കളക്ടർ ശിവയുടെ മുന്നിൽ ഇരുന്നു. അവർ നമ്മുടെ ആളുകളാണ് ശിവ. അവരുടെ കുടുംബം നശിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുപോലെ ആതിരയുടെ മരണവും. ആതിര, അവളുടെ അവസാനത്തെ മെസ്സേജ്, എന്തോ ഒരു വലിയ കാര്യമാണ് നടക്കുന്നത്. രുദ്രന്റെ കൈകൾ മുറുകി. ഫ്ളാറ്റില് രാവിലെ ഗായത്രി പതിവ് പോലെ ശാന്തമായി ഇരുന്നു. നിങ്ങൾ പഠിക്കണം മക്കളെ, പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കരുത്. അവരുടെ ശബ്ദം കരുതലോടെ. പക്ഷെ സൂര്യയ്ക്കും ചന്ദ്രയ്ക്കും ഇപ്പോൾ അവരുടെ ഓരോ വാക്കും വല്ലാത്ത അരോചകമായി തോന്നി. ഗായത്രി അടുക്കളയിലേക്ക് തിരിഞ്ഞപ്പോൾ ചന്ദ്ര പതുക്കെ പറഞ്ഞു, അവർ ഡോക്യുമെന്റ്സുകൾ ഇന്നലെ മാറ്റുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനി വൈകാൻ പാടില്ല. സൂര്യ തല കുലുക്കി. അതെ, ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ. അത് പറയുമ്പോൾ രണ്ടുപേരുടെയും മനസ്സിന് ഒരു ആശ്വാസം തോന്നി. ഉച്ചയ്ക്ക് റെയ്ഡ്. ട്രസ്റ്റിന്റെ ഓഫീസ്, പോലീസ് ജീപ്പുകൾ, മീഡിയ അകലെ നിൽക്കുന്നുണ്ട്. രുദ്ര അകത്തേക്ക് കടന്നു. ശിവ അഡ്മിനിസ്ട്രേറ്റീവ് ടീം നയിച്ചു. സെർവർ സീസ് ചെയ്തു. പഴയ മെഡിക്കൽ റെക്കോർഡുകൾ, ഫണ്ടിംഗ് ഡോക്യുമെന്റുകൾ എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അകത്തുനിന്ന് ഡോക്ടർ രാജീവ് പുറത്തേക്ക് വന്നു. അവന്റെ മുഖം വാടിയിരുന്നു. ഒപ്പം നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഇതൊരു തെറ്റിദ്ധാരണയാണ്, അയാൾ പറഞ്ഞു. തെറ്റിദ്ധാരണ അല്ല, രുദ്ര പറഞ്ഞു. മറച്ചുവെച്ച ഒരു സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അതേസമയം ഫ്ളാറ്റിലെ ടിവിയിൽ ബ്രേക്കിംഗ് ന്യൂസ്. പ്രമുഖ ട്രസ്റ്റിൽ റെയ്ഡ്. ഗായത്രിയുടെ കയ്യിലുണ്ടായിരുന്ന കപ്പ് താഴെ വീണു. ഒരു നിമിഷം മാത്രം. അവർ ഉടനെ മനസാന്നിധ്യം തിരിച്ചു പിടിച്ചു. പക്ഷേ ചെറിയൊരു വിറയൽ ഉണ്ടായിരുന്നു. അത് സൂര്യയും ചന്ദ്രയും ശ്രദ്ധിച്ചു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ഇത് തുടക്കമാണ്, രണ്ടുപേരും ഒരുപോലെ മനസ്സിൽ പറഞ്ഞു. വൈകുന്നേരം രുദ്രന്റെ ഫോൺ വന്നു. നമുക്ക് ചില പഴയ ഫയലുകൾ കിട്ടി, അവൻ പറഞ്ഞു. നാരായണന്റെ പേരിലുള്ള ചില ട്രാൻസ്ഫറുകൾ, മരണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ. ചന്ദ്രയുടെ ശ്വാസം നിന്നു. അതായത് അദ്ദേഹത്തിന് എന്തോ മനസ്സിലായിരുന്നു അല്ലേ? ചന്ദ്ര ചോദിച്ചു. ആതിരയുടെ ഫയൽ. ഒരു നിമിഷം മിണ്ടാതെയിരുന്നു. ആതിര ഒരു മെഡിക്കൽ ഡാറ്റ കണ്ടെത്തിയിരുന്നു, ഹ്യൂമൻ ട്രയൽസ് സംബന്ധിച്ച. അവൾ അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനുശേഷമാണ്. വാക്ക് പൂർത്തിയാക്കേണ്ടിയില്ലായിരുന്നു. അവർക്ക് കാര്യം മനസ്സിലായി. രാത്രി ഗായത്രി ദേവി ഒറ്റയ്ക്ക് ഗസ്റ്റ് റൂമിൽ. അവരുടെ ഫോൺ സ്ക്രീൻ തെളിഞ്ഞു. അൺനോൺ നമ്പർ. റെയ്ഡായി. മറുവശത്ത് ശബ്ദം. ഇനി നിങ്ങൾ ഇവിടെ തുടരുന്നത് അപകടമാണ്. ഗായത്രി ദേവി കണ്ണുകൾ അടച്ചു. ഇല്ല, ഞാൻ പോകില്ല. അവർക്കിപ്പോഴും ഒന്നും അറിയില്ല. അവരുടെ മുഖത്ത് ഇപ്പോൾ സ്നേഹമുള്ള ഒരു മുത്തശ്ശിയുടെ ഭാവമല്ല, ഒരു കണക്ക് കൂട്ടുന്ന സ്ത്രീയുടെ തണുത്തൊരു നോട്ടമായിരുന്നു. ഹാളിൽ സൂര്യയും ചന്ദ്രയും ഇരുന്നു. ഇനി പിന്നോട്ടില്ല, ചന്ദ്ര പറഞ്ഞു. ഇത് നമ്മുടെ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, ആതിരയ്ക്കും കൂടിയാണ്, സൂര്യ പറഞ്ഞു. ജനാലിന് പുറത്ത് വെളിച്ചം മങ്ങിത്തുടങ്ങി. ഇരുട്ട് വീണ്ടും വീണു. പക്ഷേ ഈ തവണ ഇരുട്ടിൽ ഭയമല്ല, ഒരു പോരാട്ടത്തിന്റെ തുടക്കം. അവരുടെ കൂടെ ഒരു കളക്ടർ, ഒരു IPS ഓഫീസറുമുണ്ട്. അടുത്ത ദിവസം രാവിലെ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രഹസ്യയോഗം. IPS രുദ്രശങ്കർ ആചാര്യ മാപ്പ് തുറന്നുവെച്ചു. ട്രസ്റ്റിന്റെ 3 ശാഖകൾ. ഫണ്ടിംഗ് ഒരു കമ്പനി വഴിയാണ്. നാരായണന്റെ അക്കൗണ്ടിൽ നിന്ന് അവസാനമായി വന്ന ട്രാൻസ്ഫർ. ആതിര മരിക്കുന്നതിന് 3 ദിവസം മുമ്പ്. ഫോറൻസിക് ഓഡിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സെർവറുകൾ മിറർ ചെയ്തിട്ടുണ്ട്. ആരും ഡാറ്റ മായ്ക്കാൻ പാടില്ല, കളക്ടർ ശിവ കർശനമായി പറഞ്ഞു. ഇത് നിയമ പോരാട്ടം. അതേസമയം ഫ്ളാറ്റിൽ ഗായത്രി ദേവി പഴയ അലമാര തുറന്നു. ഒരു ലോക്കർ. അതിൽ പഴയ ഫയലുകൾ, ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഒരു പെൻഡ്രൈവ്. അവർ അത് കയ്യിലെടുത്തു. ഇതൊന്നും പുറത്തു പോയാൽ എല്ലാം തകരും, അവർ മനസ്സിൽ ഓർത്തു. അപ്പോഴാണ് അവരുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. ഡോക്ടർ രാജീവ് കസ്റ്റഡിയിൽ. മറുവശത്തു നിന്നുള്ള വാർത്ത കേട്ടതും ഗായത്രിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ആ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരുന്നു. ഹ്യൂമൻ ട്രയൽ ആരുടെ അനുമതിയോടെ? രുദ്ര ചോദിച്ചു. ഡോക്ടർ രാജീവ് ആദ്യം മിണ്ടിയില്ല. ശേഷം, അത് വലിയൊരു നെറ്റ്വർക്കാണ്. നിങ്ങൾ കരുതുന്നതിലും വലിയ വലിയ പേരുകൾ ഉണ്ട്. ഫണ്ടിംഗ് തീരുമാനിച്ചത് ട്രസ്റ്റിന്റെ ചെയർമാൻ അല്ല, പിന്നിൽ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ആരാണ്? ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഡോക്ടർ രാജീവ് ആ പേര് പറഞ്ഞു. ഗായത്രി ദേവി. വൈകുന്നേരം രുദ്ര നേരിട്ട് ശിവയെ കണ്ടു. നമുക്ക് വാറന്റ് വേണം. ശിവ അപ്പോൾ തന്നെ അത് നൽകി. ഫ്ളാറ്റിന്റെ ബെൽ മുഴങ്ങി. ഗായത്രി ദേവി വാതിൽ തുറന്നു. പുറത്ത് രുദ്ര, ഒപ്പം പോലീസ് ടീം.
ഗായത്രി ദേവി, നിങ്ങൾക്കെതിരെ ക്രിമിനൽ കോൺസ്പിറസി, അനധികൃത മെഡിക്കൽ ട്രയൽസ്, എവിഡൻസ് സപ്രഷൻ എന്നിവ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോഴാണ് സൂര്യയും ചന്ദ്രയും ഹാളിലേക്ക് വന്നത്. അവരുടെ ഹൃദയം ശക്തമായി മിടിച്ചു. ഗായത്രി അവരെ നോക്കി. ആ സ്നേഹമുള്ള മുത്തശ്ശിയുടെ മുഖമായിരുന്നു അപ്പോൾ അവർക്ക്. എന്തൊക്കെയാ മുത്തശ്ശി ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, സൂര്യ പറഞ്ഞു. അപ്പോ പറഞ്ഞോളൂ, ഞങ്ങൾ അറിയാത്ത എന്തൊക്കെയാണ് നടക്കുന്നത്? ചന്ദ്ര ചോദിച്ചു. അല്പസമയം ഗായത്രി ദേവി ഒന്നും പറഞ്ഞില്ല. പിന്നെ അവർ പതിയെ ചിരിച്ചു. ഞാൻ ചെയ്തതെല്ലാം നിങ്ങളെ രക്ഷിക്കാനായിരുന്നു. അപ്പോൾ ആതിരയെ? സൂര്യയുടെ ശബ്ദം വിറച്ചു. അതിൽ അവർ മറുപടി നൽകിയില്ല. പോലീസ് പെൻഡ്രൈവും ഫയലുകളും സീൽ ചെയ്തു. ഗായത്രിയെ കൊണ്ടുപോകുമ്പോൾ അവർ അവസാനമായി തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണുകളിൽ ആദ്യമായിട്ട് ഭയം കണ്ടു. പുറത്ത് മാധ്യമങ്ങൾ, വാർത്തകൾ തത്സമയം. പ്രമുഖ ട്രസ്റ്റ് മെഡിക്കൽ സ്കാൻഡൽ, മുഖ്യപ്രതി കസ്റ്റഡിയിൽ. സൂര്യയും ചന്ദ്രയും ജനൽക്കരിയിൽ വന്നു നിന്നു. ഇരുട്ട് വീണ്ടും വീണിരുന്നു. പക്ഷേ ഈ തവണ ഇരുട്ടിനുള്ളിൽ മറഞ്ഞിരുന്നത് സത്യമല്ല, സത്യം പുറത്തേക്ക് വന്നിരുന്നു. രുദ്രന്റെ ഫോൺ വീണ്ടും മുഴങ്ങി. സർ, പെൻഡ്രൈവിൽ കൂടുതൽ ഡാറ്റാസ് ഉണ്ട്, ചില രാഷ്ട്രീയ ബന്ധങ്ങൾ എല്ലാം ഉണ്ട്. അത് കേട്ടതും രുദ്ര ആകാശത്തിലേക്ക് നോക്കി. അപ്പോൾ പോരാട്ടം ഇപ്പോഴാണ് തുടങ്ങുന്നത്. അവരുടെ മുന്നിൽ ഇനി വലിയ ശക്തികളാണ്. പക്ഷേ അവരുടെ കൂടെ മഴ പെയ്യുന്ന രാത്രി. സിറ്റിയിലെ ലൈറ്റുകൾ മങ്ങിയപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ മാത്രം പ്രകാശം കത്തിയിരുന്നു. IPS രുദ്രശങ്കർ ആചാര്യ ടേബിളിൽ വരച്ചിട്ടിരിക്കുന്ന ഡോക്യുമെന്റ്സുകൾ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ ഉറക്കമില്ല, ക്ഷീണം പോലും ഇല്ല. ഇതിപ്പോൾ ഒരു കേസല്ല, ഒരു വാഗ്ദാനമാണ്. ചന്ദ്രയ്ക്കും സൂര്യയ്ക്കും കൊടുത്ത വാഗ്ദാനം. മറ്റേ അറ്റത്ത് ജില്ലാ കളക്ടർ ശിവ. കൃത്യമായ ചിന്ത, ഉറച്ച തീരുമാനം. അവന്റെ കയ്യിൽ ഫോറൻസിക് റിപ്പോർട്ട്. പെൻഡ്രൈവിലുള്ള ഫയലുകൾ ക്രോസ് ചെക്ക് ചെയ്തു. ശിവ പറഞ്ഞു, ഹ്യൂമൻ ട്രയൽസ് നടന്നത് 5 വർഷമായി. അനാഥരായ കുട്ടികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ആരും അന്വേഷിക്കാത്ത ആളുകൾ. രുദ്രന്റെ കൈകൾ മുറുകി. ആതിര കണ്ടെത്തിയത് അതാണ്. അതേസമയം ഫ്ളാറ്റിൽ സൂര്യയും ചന്ദ്രയും ജനാലക്കരികിൽ ഇരുന്നു. നമ്മൾ ശരിയായ വഴിയിലാണോ? ചന്ദ്രയുടെ ശബ്ദം പതിയെയായിരുന്നു. അതെ, സൂര്യ ഉറച്ചു നിന്നു. ആതിര അവസാനമായി അയച്ച മെസ്സേജ് ഓർക്കുന്നുണ്ടോ? വലിയൊരു കാര്യം നടക്കുന്നു. അതിന്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ പിന്മാറില്ല. അവൾ പിന്മാറിയില്ല. അതിനാലാണ്. വാക്ക് പൂർത്തിയാക്കാൻ അവൾക്കായില്ല. ചന്ദ്ര അവളുടെ കൈ പിടിച്ചു. അവരുടെ ജീവിതത്തിൽ ആദ്യമായി അവർ ഭയപ്പെടുന്നത് വ്യത്യസ്തമായ ഒരു ശത്രുവിനെയല്ല, തന്റെ മുത്തച്ഛനായിട്ട് കൊണ്ടുവന്ന ഒരു വലിയ പ്രസ്ഥാനത്തെയാണ്. അടുത്ത ദിവസം രുദ്രന് മെയിൽ വന്നു. സബ്ജക്ട് പ്രോജക്ട് ആസ്ട്ര, ഘട്ടം 3. അറ്റാച്ച്മെന്റിൽ ഒരു ലിസ്റ്റ്, ചില പേരുകൾ. ഒരാളുടെ പേര് കണ്ടപ്പോൾ രുദ്ര നിശ്ചലമായി. ശിവ? രുദ്ര പേര് പറഞ്ഞത് കേട്ടതും ശിവ അടുത്ത് വന്ന് നോക്കി. അത് ഒരു കേന്ദ്രമന്ത്രിയുടെ അടുത്ത ബന്ധുവിന്റെ പേരാണ്. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. പുറത്തുവിട്ടാൽ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാകും, ശിവ പറഞ്ഞു. അതുകണ്ടാണോ ആതിര കൊല്ലപ്പെട്ടത്? രുദ്ര സ്വയം ചോദിച്ചു. രാത്രി സൂര്യയുടെ ഫോൺ റിങ് ചെയ്തു. അൺനോൺ നമ്പർ. നിങ്ങൾക്ക് ഇപ്പോഴും പിന്മാറാം, മറുവശത്തു നിന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അടുത്തത് നിങ്ങൾ. അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി. സൂര്യ ഭയത്തോടെ ചന്ദ്രയെ നോക്കി. ഇതിനി അപകടകരമാണ്. ചന്ദ്രയുടെ കണ്ണുകളിൽ ദേഷ്യം തെളിഞ്ഞു. അതേസമയം ഒരു കറുത്ത ജീപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ നിർത്തി. ഒരു അജ്ഞാത വ്യക്തി ഇറങ്ങി. കയ്യിലൊരു ഫയൽ. അവൻ നേരെ രുദ്രന്റെ മുറിയിലേക്ക്. നിങ്ങൾ അന്വേഷിക്കുന്നതിന്റെ പകുതി മാത്രമേ അറിയൂ, അവൻ പറഞ്ഞു. പ്രോജക്ട് ആസ്ട്ര വെറും മെഡിക്കൽ പരീക്ഷണം അല്ല, അത് ബയോടെക് ആയുധം. രുദ്രം ശിവയും തമ്മിൽ നോക്കി. തെളിവ്? ശിവ ചോദിച്ചു. അവൻ ഫയൽ മേശപ്പുറത്ത് വെച്ചു. ആതിര മരിക്കുന്നതിന് മുമ്പ് ഈ ഡാറ്റ കോപ്പി ചെയ്തു. ഞാൻ അവളുടെ കോണ്ടാക്ട് ആയിരുന്നു. നിങ്ങൾ ആരാണ്? രുദ്ര ചോദിച്ചു. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. ഞാൻ സിസ്റ്റത്തിനുള്ളിൽ നിന്നുള്ള ഒരാൾ. അയാൾ അത്രയും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഫയൽ തുറന്നപ്പോൾ ക്ലിനിക്കൽ ട്രയൽ റിപ്പോർട്ടുകൾ, DNA മോഡിഫിക്കേഷൻ, അനധികൃത മരുന്ന് പരീക്ഷണം. ഒരു കുറിപ്പ്. ഘട്ടം 4 അർബൻ ഡിപ്ലോയ്മെന്റ്. ശിവ നിശബ്ദമായി പറഞ്ഞു. ഇത് മെഡിക്കൽ സ്കാംഡ് അല്ലേ? ദേശീയ സുരക്ഷാ പ്രശ്നം. അതേസമയം സൂര്യയും ചന്ദ്രയും മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ബൈക്ക് അവരെ പിന്തുടരുന്നു. ചന്ദ്ര പിന്നോട്ട് നോക്കി. സൂര്യ നമ്മളെ ഫോളോ ചെയ്യുന്നു. സൂര്യ വേഗം കൂട്ടി. ഹൃദയമെടുപ്പ് ഉയർന്നു. ഒരു വളവിലേക്ക് തിരിഞ്ഞപ്പോൾ ബൈക്ക് വഴുതി വീണു. പക്ഷേ റൈഡർ എഴുന്നേറ്റ് വീണ്ടും പിന്തുടർന്നു. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് മുന്നിൽ നിർത്തി. രുദ്ര ഇറങ്ങി. കൂടെ ശിവയും.
നിങ്ങൾ ഓക്കെ അല്ലേ? അവൻ ചോദിച്ചു. ഇനി മുതൽ ഔദ്യോഗിക പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണം. സൂര്യ അവനെ നോക്കി. കണ്ണുകളിൽ നന്ദിയും ഭയവും ചേർന്നൊരു വികാരം. സൂര്യ ശിവയെ നോക്കി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അന്ന് രാത്രി 2 മണിക്ക് രുദ്രന് സെക്യൂർ സെർവറിൽ നിന്നും അലർട്ട്. അൺനോൺ ആക്സസ് അറ്റംപ്റ്റ്. ശിവയുടെ ഓഫീസ് സെർവറിൽ ഹാക്ക് ചെയ്യാൻ ശ്രമം നടന്നു. ഇത് ചെയ്തവരെ ഉടൻ പുറത്തു കൊണ്ടുവരണം, ശിവ പറഞ്ഞു. അടുത്ത ദിവസം ഹൈക്കോടതി സ്പെഷ്യൽ ബ്രാഞ്ച് പ്രോജക്ട് ആസ്ട്ര സംബന്ധിച്ച് സീൽഡ് എവിഡൻസ് സമർപ്പിച്ചു. മാധ്യമങ്ങളിൽ വാർത്ത പൊട്ടിത്തെറിച്ചു. രാജ്യത്ത് നടക്കുന്ന ബയോടെക് ഗൂഢാലോചന. എന്നാൽ അന്ന് രാത്രി ഒരു കാർ അപകടം. ഡോക്ടർ രാജീവ് ആശുപത്രിയിൽ. ബ്രേക്ക് ഫെയിൽ എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. രുദ്രന്റെ കണ്ണുകൾ കുറുകി. ഇത് ആക്സിഡന്റ് അല്ല. ഇരുട്ട് വീണ്ടും വീണു. പക്ഷെ ഇപ്പോൾ വിരുദ്ധ ശക്തികൾ തുറന്ന നിലയിലാണ്. അവർ എന്തും ചെയ്യും. നമ്മൾ സൂക്ഷിക്കണം. നമ്മളെക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ചന്ദ്രയും സൂര്യയുമാണ്. അതെ, ഇത് അവസാനിപ്പിക്കാൻ ഒരാളെ കൂടി പിടിക്കണം, ശിവ പറഞ്ഞു. ആരാണ്? രുദ്ര ചോദിച്ചു. ശിവ ശാന്തമായി മറുപടി നൽകി. പ്രോജക്ട് ആസ്ട്രയുടെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ്. ഒരു ഇരുണ്ട മുറി, വലിയ സ്ക്രീനിൽ വാർത്തകൾ, ഒരു നിഴൽ ചിരിക്കുന്നു. ഗെയിം ജസ്റ്റ് ബിക്കെയിം. സൂര്യയെയും ചന്ദ്രയെയും കാണാൻ എത്തിയിരിക്കുകയാണ് രുദ്രം ശിവയും. മഴയുടെ ശബ്ദം ജനാലക്കരയിൽ തട്ടിയിറങ്ങുമ്പോൾ രുദ്ര ശാന്തമായി പറഞ്ഞു. സൂര്യ, ചന്ദ്ര, നിങ്ങളിപ്പോൾ അവരുടെ ടാർഗറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് മാറിയാൽ കൂടുതൽ സുരക്ഷിതയായിരിക്കും നിങ്ങൾ. ചന്ദ്ര ഉടൻ മറുപടി പറഞ്ഞു. അത് ശരിയായിരിക്കും, പക്ഷേ ആളുകൾ ശ്രദ്ധിക്കും, ശിവ ഇടയിൽ പറഞ്ഞു. അത് വ്യക്തിപരമായ തീരുമാനമല്ല, നിങ്ങളുടെ സുരക്ഷയാണ് പ്രാധാന്യം. ഒരു നിമിഷം നിശബ്ദത. സൂര്യ ശിവയെ നോക്കി. നിങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് പകരം തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലേക്ക് മാറാം. അത്രയ്ക്ക് സുരക്ഷ കിട്ടും. പിന്നെ നമ്മളുടെ പ്രൈവസിയും നഷ്ടപ്പെടില്ല. രുദ്ര ചന്ദ്രയെ നോക്കി ചെറുതായി ചിരിച്ചു. നിങ്ങൾ രണ്ടുപേർക്കും അത് തന്നെയാണോ അഭിപ്രായം? ശിവ ചോദിച്ചു. സൂര്യയും അതേ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള 24/6 ഫ്ലാറ്റ് ഇവർക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ നിങ്ങളുടെ എത്രയാ? ചന്ദ്ര ചോദിച്ചു. 24/7. അത്രയ്ക്ക് അടുത്ത് മതിയായിരിക്കും അല്ലേ? രുദ്ര ചോദിച്ചതും ചന്ദ്ര സമ്മതിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവരുടെ കണ്ണിൽ ആശ്വാസം. പുതിയ ഫ്ലാറ്റ്. അന്ന് തന്നെ അവർ അങ്ങോട്ട് താമസം മാറി. എല്ലാ അറേഞ്ച്മെന്റ്സും കഴിഞ്ഞതും രാത്രിയായി. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയിരുന്നു. സൂര്യ ബാൽക്കണിയിൽ നിന്നു. തൊട്ടടുത്ത ബാൽക്കണിയിൽ ശിവ. ഇത് സുരക്ഷാ ക്രമീകരണമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? സൂര്യ ചെറുതായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് ശിവ ചിരിച്ചു. സുരക്ഷ പ്രാധാന്യമാണ്, പക്ഷേ ചിലപ്പോഴൊക്കെ അടുത്തുണ്ടെന്നറിഞ്ഞാൽ ഒരു ധൈര്യം കൂടും. ശിവ പറയുന്നത് കേട്ടതും സൂര്യയുടെ കണ്ണുകൾ മൃദുവായി. അതേസമയം ചന്ദ്ര ലിവിംഗ് റൂമിനോട് ചേർന്ന ബാൽക്കണിയിൽ കയ്യിൽ കാപ്പി പിടിച്ചുകൊണ്ട് ഇരുന്നു. അപ്പോഴാണ് രുദ്ര അടുത്തേക്ക് വന്നത്. ഭയമുണ്ടോ? അവൻ ചോദിച്ചു. ചന്ദ്ര തല കുലുക്കി. ഉണ്ട്, പക്ഷേ നിങ്ങൾ കൂടെയുണ്ടെന്നറിഞ്ഞാൽ കുറച്ച് കുറയും. രുദ്രന്റെ ശബ്ദം ആദ്യമായി മൃദുവായി. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഇടയാക്കില്ല. അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി. മഴയുടെ ശബ്ദം മാത്രം ഇടയിൽ. അതേസമയം ഇരുണ്ടൊരു മുറി. ഒരു സ്ക്രീനിൽ 4 പേരുടെയും ഫ്ലാറ്റ് ബിൽഡിംഗ് ഫുട്ടേജ്. അവർ ഒറ്റയ്ക്കല്ല ഇനി. ഒരു ശബ്ദം. മറ്റൊരാൾ പറഞ്ഞു. അപ്പോൾ ആക്രമണം മാറ്റണം, നേരിട്ടല്ല, ഉള്ളിൽ നിന്ന്. അടുത്ത ദിവസം രുദ്ര ഇന്റലിജൻസ് അലേർട്ട്. ബിൽഡിംഗിൽ പുതിയ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഫേക്ക് ID സാധ്യത. ശിവ ഉടൻ പറഞ്ഞു. എല്ലാവരുടെയും വെരിഫിക്കേഷൻ. വൈകുന്നേരം സൂര്യ അടുക്കളയിൽ. ശിവ അങ്ങോട്ട് വന്നു. അവളെ നോക്കി. ഇത് ഒരു സാധാരണ ജീവിതം പോലെ തോന്നുന്നുണ്ടോ? അവൾ ചോദിച്ചു. സാധാരണയല്ല, ശിവ പറഞ്ഞു. പക്ഷേ ഒരു ദിവസം ആയിരിക്കും. അവൾ ചിരിച്ചു. ആ ദിവസം വരുമോ? ശിവ അവളുടെ കൈപിടിച്ചു. ഞാൻ കൊണ്ടുവരും. രുദ്രന്റെ അപ്പാർട്ട്മെന്റിൽ ചന്ദ്രയും രുദ്രും പഴയ കേസുകളുടെ ഫയൽ നോക്കുന്നു. നിങ്ങൾ എപ്പോഴും ഇത്ര സീരിയസ് ആണോ? ചന്ദ്ര ചോദിച്ചു. രുദ്ര ചെറുതായി ഒന്ന് ചിരിച്ചു. അല്ല, ചിലപ്പോൾ മനസ്സ് വേറെയും കാര്യങ്ങൾ ചിന്തിക്കും. ഉദാഹരണത്തിന്? ചന്ദ്ര ചോദിച്ചു. അവൻ നേരെ അവളെ നോക്കി. നിങ്ങൾ സുരക്ഷിതരാകുന്നത് അതുമാത്രമാണോ? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ല, പിന്നെ മറ്റു ചിലരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് മാത്രം ഇടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ട്. രുദ്ര പറഞ്ഞതും
ചന്ദ്ര അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.